നമസ്തേ. എന്താ പേര്? ആനന്ദവല്ലി. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ ഓൾട്ടർനേറ്റീവ് സ്കൂളിലെ ടീച്ചറാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ട് വയനാട് ജില്ലയിലെ കമ്മ്യൂണിറ്റി റേഡിയോയിലെ ആർജെയാണ്. എൻ്റെ പേര് ആനന്ദവല്ലി. അല്ലേ? ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നന്നായി ചെയ്തിട്ട് ഒരുപാട് ജനങ്ങളിലൊക്കെ നിങ്ങൾ ശബ്ദമല്ലേ കേട്ടിട്ടുള്ളൂ, ആളെ കാണുന്നില്ലല്ലോ. എനിക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഞാൻ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റേജ് ഞാനാണ് വയനാട്ടിൽ ആങ്കർ ചെയ്തത്. അതെനിക്കൊരു ഐഡന്റിറ്റി ആയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കിട്ടിയല്ലേ? അങ്ങനെ ഭാഗ്യം കിട്ടി. എവിടെ സ്ഥലം? എവിടെ? എന്റെ സ്ഥലം ദ്വാരക. യുപിയിലെ ദ്വാരക പത്തിൽക്കുന്ന് കോളനിയിലേക്ക് പോകുന്നതിന്റെ അടുത്താണ്. ഞാൻ യുപിയിലെ യുപിയിലെ ദ്വാരകയല്ല, പക്ഷെ ഇതൊരു ദ്വാരകയാണ്. ഇനി ഒരുപാട് ഇതിലേക്ക് എത്തിട്ട് ഇനിയും നമ്മളും ആത്മാർത്ഥമായിട്ട് അല്ലേ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദേവീൻ്റെ അടുത്ത് ഒരു നെയ്വിളക്ക് എത്തിക്കുക. തീർച്ചയായും ദേവി അതിനുള്ള വഴി ഉണ്ടാക്കി തരും. കുറച്ചും കൂടി കയറി വരാൻ. എന്താ ചെയ്യുന്നു? ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. എവിടെയായിരുന്നു? വയനാട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. പുൽപ്പള്ളിയായിരുന്നു. പുൽപ്പള്ളി ഏത് സ്കൂള്? പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ. ഏതെല്ലാം സ്കൂളിലുണ്ടായിരുന്നു? ഞാൻ ഒരു എയ്ഡഡ് സ്കൂളായതുകൊണ്ട് അവിടെ മാത്രമാണ് ജോലി ചെയ്തത്. നമ്മൾ ഓരോരുത്തർക്കും അഭയം നൽകുകയാണ് പള്ളിയറ ഭഗവതി ക്ഷേത്രം. സജ്ജനങ്ങളെ, ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടിയെ ധന്യമാക്കാൻ നിങ്ങളുടെ ഏവരുടെയും മഹനീയമായ സാന്നിധ്യം ക്ഷേത്ര അങ്കണത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏതെല്ലാം സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മാഷെ? ഞാൻ ഹയർ സെക്കൻഡറിയിലായിരുന്നു തുടക്കം മുതൽ. റിട്ടയർ ചെയ്തതിന് ശേഷം BEd കോളേജിലായിരുന്നു ഒരു 6-7 വർഷം. പിന്നെ പുൽപ്പള്ളി SN കോളേജ്, പിന്നെ TTIയിൽ, അങ്ങനെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു. എത്ര വയസ്സിലാണ് നിങ്ങൾ TCC പാസ്സായി? ഞാൻ MA കഴിഞ്ഞാണ്. MA ഇംഗ്ലീഷ്. MA ഇംഗ്ലീഷ്, BEd, MEd എടുത്തിട്ടുണ്ട്. റിട്ടയർ ചെയ്തിട്ടാണ് MEഡിന് പഠിക്കുന്നത്. പക്ഷേ ഇത് എടുത്ത് എവിടുന്നായിരുന്നു മാഷ്? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് എറണാകുളത്ത് അല്ല. അപ്പോൾ പിന്നെ കീഴിൽ എന്നാൽ പിന്നെ ട്യൂട്ടറായിട്ട് മാഷിനൊന്നും ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പിന്നെ കുറച്ചും കൂടി ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഞാനൊരു 35-40 വർഷത്തോളം പഠിപ്പിച്ചു. അങ്ങനെയല്ല കോളേജ് പോലെ ട്യൂഷൻ എനിക്ക് താല്പര്യമില്ല. അത് താല്പര്യമില്ല എന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾ കുറേ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പാരലൽ കോളേജെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കാനില്ല. എല്ലാവരും പുറത്തു പോകില്ലേ? എല്ലാവരും പുറത്തേക്ക് പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഗവൺമെൻറ് അവർക്ക് പറ്റുന്ന ലെവലിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇവർ പുറത്ത് കുറച്ചും കൂടി ഒരു നമ്മൾ ആഗോള ഗ്രാമമായി മാറിയില്ലേ? അതുകൊണ്ട് അപ്പോഴും നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. കുട്ടികൾ പറയും ഇപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു, ജർമ്മനിക്ക് പോകുന്നു, അവരെ തടയാൻ പറ്റുക ഒന്നും പറയാൻ കഴിയില്ല. അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി ടെക്നോളജി ആയിട്ടും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് പഠിക്കാൻ. നമ്മളൊന്നും പഠിച്ച കാലം. അതെ. പണ്ടത്തെ ലാംബറട്ടറി ഓപ്ഷൻ എടുക്കുന്ന പോലെ അല്ലേ? അല്ലേ? പണ്ടൊക്കെ കാലം മാറി. ഇപ്പൊ ഇലക്ട്രിക്കൽ വരുന്ന ഓപ്ഷൻ. ശരണ്യേ ത്രയംബകേ ഗൗരീ
ക്ഷേത്രത്തിന്റെ മേൽശാന്തി ശ്രീ സുധീർ സ്വാമി വേദിയിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥനയോടെ അമ്മയുടെ അനുഗ്രഹം എല്ലാ ഗൃഹങ്ങളിലും എല്ലാ മനസ്സുകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. സജ്ജനങ്ങളെ, പള്ളിയറ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നത് ശ്രീമതി ജ്യോതിക രഞ്ജിത്താണ്. പള്ളിയറ ക്ഷേത്രത്തിന്റെ മാതൃസമിതിയുടെ ട്രഷററാണ് മാഡം. ഏറെ സ്നേഹത്തോടെ സ്വാഗത ഭാഷണത്തിനായി ശ്രീമതി ജ്യോതിക രഞ്ജിത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞുമോനുണ്ട്, ഇപ്പോൾ ഒരാളും കൂടി വരാനുണ്ട്. 2 മാസമായി അമ്മയുടെ അനുഗ്രഹം. അതിൻ്റെ ഒരു ആ ഘട്ടത്തിലൂടെ പോകുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ മോനെ ഞാൻ ഗായത്രി മന്ത്രം പറഞ്ഞു കൊടുക്കും. കേൾക്കുമ്പോൾ വലിയ രസമൊന്നും തോന്നില്ല, പക്ഷേ ബോധം ഉയരും. അനർത്ഥം കാണുമ്പോൾ അത് അർത്ഥപൂർണ്ണമാക്കാനുള്ള ബോധം വരും. പഠിക്കേണ്ട സമയത്ത്, പഠിക്കാൻ പറ്റാത്ത സമയത്ത് ആ പ്രചോദനയായിട്ടുള്ള ഗായത്രി ഭഗവതി പ്രചോദിപ്പിക്കും. ധിയോയോ എന്ന പ്രചോദയ. നമ്മുടെ പള്ളിയറ അമ്പലത്തിൽ എന്തെല്ലാം ചെയ്തു. ഇപ്പോൾ ഇവിടത്തെ ഈ പ്രവർത്തനം ഉയർന്നത് ഒരു കൂട്ടായ്മയുടെ ഫല. നല്ലൊരു കമ്മിറ്റി അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ആത്മബോധത്തോടെ ചെയ്യുന്നു. സജ്ജനങ്ങളെ എല്ലാ ഇംഗ്ലീഷ് മാസം ആദ്യ ഞായറാഴ്ച വന്ന് ആത്മാരാധന നടത്തുന്നു. കാരണം അമ്പലങ്ങൾ ഉയരുക അർച്ചനയിലൂടെ മാത്രം. അത് മേൽശാന്തിയുടെ തന്ത്രിയുടെ അർച്ചന മാത്രമല്ല, ആത്മാർച്ചനയുണ്ട്. അതായത് സജ്ജനങ്ങള് കൂടുന്നതിനനുസരിച്ച് ആ ചൈതന്യം വർദ്ധിക്കും. ചോറ്റാനിക്കരയും മറ്റു പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. ആരാധിച്ച് എങ്ങനെയാ പൂവൊന്നും വേണ്ട. അമ്മേ നാരായണ പറയൂ, ദേവി നാരായണ. കണ്ടോ എന്ത് രസം. ഇത് എവിടുന്ന് കിട്ടിയ സർവമംഗള മംഗല്യേ. ഇതാണ് അമ്മയുടെ പ്രസരണ ശേഷി. എല്ലാം തമസോമ മൃത്യോർമ ഓം. എന്താ ശാന്തി? മറ്റേ ഇദ്ദേഹത്തിന്റെ സിനിമയാണോ ഓം ശാന്തി? അതും ശാന്തി തന്നെയാണ്. കാരണം നല്ലോണം സന്തോഷിക്കുമ്പോൾ ശാന്തി കിട്ടും. ആധ്യാത്മികമായും ആദിഭൗതികമായും ആദിദൈവികമായും ശാന്തി ഉണ്ടാകട്ടെ. എല്ലാം പോട്ടെ. നമ്മുടെ ആത്മമിത്രങ്ങളായിട്ടുള്ള ഇസ്ലാമ വിശ്വാസികൾക്കും ക്രൈസ്തവ വിശ്വാസികളും നാം ഉൾപ്പെടുന്ന സനാതന ധർമ്മികളാകുന്ന പള്ളിയറ അമ്പലം, അതിന്റെ ഭാഗമായി എനിക്കറിയില്ല എങ്ങനെ ഞാൻ എന്താ പോണേന്ന് എനിക്ക് മനസ്സിലായില്ല. ഉദ്ഘാടനം എന്റെ റൂട്ടൊക്കെ തെറ്റിയോന്ന് അറിയില്ല. ഞാൻ നിർത്താൻ പോവാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബഹുമാനപ്പെട്ട ആചാര്യനോടിയിട്ട് അദ്ദേഹം നിങ്ങളോട് ആത്മബോധം പറഞ്ഞു തരും. കാരണം യോഗ വിദ്യയാണ് ഭഗവതി, യോഗ വിദ്യയാണ് ശിവൻ. അദ്ദേഹം പറഞ്ഞു തരും. ബാക്കിയെല്ലാം ഒരു വിളക്ക് കത്തിക്കാമെന്ന ആളാണ്. അല്പം അധികരിച്ച് സംസാരിച്ചു പോയി എന്നോട് ക്ഷമിക്കണം. കാരണം പറയാൻ ഒരുപാടുണ്ട്. സമയാചാര തൽപരം. നമ്മുടെ മക്കൾ ഉറങ്ങുന്നതിന് മുന്നേ ഉണർവോടെ കളിച്ച് ആസ്വദിച്ച് ആനന്ദിച്ച് വളരട്ടെ. നല്ല കൈയടി കൊടുക്കണം കേട്ടോ. കൊടുക്കണം എല്ലാവരും. എന്തായാലും ഈ ധന്യമായ മുഹൂർത്തം അവിടുന്ന് നിശ്ചയിച്ചതാണ്. ആ നിശ്ചയിച്ച പ്രകാരം ഈ നല്ല വേദിയിൽ മഹാസരസ്വതിയാകുന്ന വാണിയെ കൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൻ്റെ ആ ഒരു ആത്മ സമർപ്പണം അല്ലെങ്കിൽ ആ നന്ദി ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന ആരാധ്യരായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ശ്രീ മഹാദേവ സമായുക്തയായിട്ടുള്ള ശ്രീ ശിവശക്തി രൂപിണിയുടെ നാമത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്.
ഇന്നു മുതൽ ആനന്ദ ലഹരിയാകട്ടെ, അതിനു പകരം MDMA കഞ്ചാവോ കള്ളോ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് ലഹരിയിൽ പോകാതെ ആനന്ദമയി, ആനന്ദം എന്ന് പറഞ്ഞാൽ അത് പരമാനന്ദം. സ്വാമിക്ക് അതല്ല പറയാം, സ്വാമി ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിക്ക് ആനന്ദം കിട്ടും, ഞങ്ങൾക്ക് കിട്ടില്ല. സ്വാമിയേക്കാൾ നിങ്ങളെക്കാളും ഏറ്റവും തീവ്രമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ പോകുന്ന ആളാണ് ശാന്തിക്കാരൻ. അത് മനസ്സിലാവില്ല, എപ്പം മനസ്സിലായി ഞാൻ പറയുന്നത് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം ഹൃദയത്തെ തൊട്ട് പിടിച്ചോളൂ, മുറുകെ പിടിച്ച ഇരു കരങ്ങളും ചേർത്ത് ബോധമാകുന്ന അന്ധകാരത്തിലെ എല്ലാ അജ്ഞതകളും മാറ്റി വഴി തെളിയുന്ന മഹാസംഗീതമാണ് പള്ളിയറ. ആവുന്ന സമയത്ത് ഒരു ആരാധ്യ പുഷ്പം മനസ്സുകൊണ്ട് സമർപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും എത്തണമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. കാരണം ആത്മമിത്രങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ അഷ്ടൈശ്വര്യ അഭീഷ്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കയ്യിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ദയവ് ചെയ്ത് ആരാധ്യ വിഷയങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ പാലം ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പൊ ചോദിക്കും അമ്മ ഇതെന്താണ്, പിന്നീട് ചോദിക്കില്ല. പിന്നീട് അവർ പറയും അമ്മയെ ഞാൻ ജപിക്കട്ടെ. നിങ്ങൾക്കിത് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് തോന്നിയാലില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം എന്റെ ഒരു ആഗ്രഹം എന്താ അറിയോ, അതിന് വലിയ പൈസ ഒന്നും കൊടുക്കണ്ട, തുറന്ന് പറയാം. ഇവിടെ ഒരു ആധ്യാത്മികമായ കാര്യം പറയാം. നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്താ അറിയോ, അവൻ RSS എന്ന് പറയും, അവൻ സംഘപരിവാറാന്ന് പറയും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓം നമശിവായ പറഞ്ഞാൽ RSSകാരനാകുമോ, CPM-കാരനാകുമോ, BJP-കാരനാകുമോ, UDF ആവില്ല. അതെല്ലാം ആശയപരമായ ജനാധിപത്യ രാജ്യത്തിലെ വൈശിഷ്ട്യമായിട്ടുള്ള ജനാധിപത്യ രീതി മാത്രമാണ്. അതിനപ്പുറമാണ് ആധ്യാത്മികത. അതുകൊണ്ട് നിങ്ങൾ ആരുടെ മുമ്പിലും ഇന്നു മുതൽ തുടങ്ങിക്കോളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ അച്ഛനോടും അമ്മയോടും മക്കളോടും ഓം നമശിവായ നിന്നിലെ ഈശ്വരനെ ഞാൻ നമിക്കുന്നു. അതാണ് നമ്മുടെ പള്ളിയുടെ മുഖമുദ്ര. എല്ലാവരും വരുമ്പോൾ സ്വാമി നമശിവായ ഞാൻ നമ്മൾ പഠിപ്പിച്ചതാ. അതിന്റെ അർത്ഥം ഇതാണ്. ഇടത് ചേച്ചിക്ക് അനുഭവത്തിൽ ദേവി കുറച്ച് മുന്നേ കൊടുത്തു, ഇന്നലെ കൊടുത്തു. ഒരു കുട്ടി അധ്യാപകരായി കൊടിയേറ്റുന്ന ഒരേ ദിവസം പോളിടെക്നിക്കിലേക്ക് പോയി. ഇതെല്ലാം അമ്മ കഴിയുന്ന ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവങ്ങൾ ഞാനിവിടെ പറയില്ല. അനുഭവങ്ങളുടെ സാക്ഷ്യപത്രം, അല്ല ദുരനുഭവങ്ങളുടെ സുഖാനുഭവം. മറക്കണ്ട, ഈ വേദി, ഈ മഹാസവിത നമുക്ക് തരുന്ന ആനന്ദമുണ്ടല്ലോ, അതിൽ മതനിരപേക്ഷമായ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചു പോവുക. കളിക്കുന്ന കുട്ടികളെയും സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളെയും ആരാധ്യ വിഷയങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതിന് മടിക്കണ്ട. ഇരു കൈകളും ചേർത്ത് ആത്മഹർഷം കൊടുക്കുമ്പോൾ ഒരുപാട് കൈകൾ നമുക്ക് നേരെ പ്രബലമായ ഡയറി മിൽക്കിലൊക്കെ വന്ന് എന്റെ മോൻ അധികം കഴിക്കണം, ഇന്ന് മുതൽ നിർത്തി ഈ വിഷാംശങ്ങളിൽ. കാരണം സുലഭമാണ് എല്ലായിടത്തും. എവിടേക്കാണ് MDMA എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് തിരിച്ചറിവുള്ള ബോധം നമുക്ക് വരിക ആത്മീയമായ ആരാധ്യ വിഷയങ്ങളാകുന്ന ക്ഷേത്ര ദർശനത്തിലൂടെ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. ജാതിയും മതവും രാഷ്ട്രീയവും അതിനകത്തില്ല, ഈശ്വരൻ അതില്ല. കാരണം അദ്ദേഹം സൃഷ്ടിച്ചത് ഒന്നേ ഉള്ളൂ, മനോർഭവ ആണോ? മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ജീവജാലങ്ങളിൽ വെച്ച് ബോധം വിവേകം കൊണ്ട് മാത്രമാണ് നമ്മൾ വ്യത്യസ്തമാകുന്നത്. കാരണം രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട്, പക്ഷെ ബോധം അത് മനുഷ്യന്. കാരണം ശബരിമല 18-ാം പടി കയറുമ്പോൾ മനസ്സിലാകും തത്വമസി. ആരെയാണോ അന്വേഷിച്ച് വന്നത് അത് തന്നെയാണിത്, ഈ നീ തന്നെയാണ് അത് തന്നെയാണ് പള്ളിയറ. അത്രയേക്ക് പറയാനുള്ളൂ. ഒരു ഉദ്ഘാടന പുസ്തകമായിരുന്നു കാണണ്ട. എൻ്റെ ഉള്ളിലുള്ളത് പറയിക്കാൻ അവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചതെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഇതിലും നല്ല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നന്നായി സംസാരിക്കും. നിങ്ങൾക്ക് ആത്മബോധം തരും. അവരെയൊക്കെ കേട്ട് അതിലെ വേണ്ട കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് അത് പഠന വിധേയമാക്കുക. അത് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഈ വിശ്വ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ചാൽ യാദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, മാതൃത്വം കൊണ്ട് നിറയും. അതാണ് പള്ളിയറ. പള്ളിയറയാണ് വള്ളിയൂർക്കാവ് ഉത്സവത്തിന്റെ നാന്ദി കുറിക്കുന്ന മഹാസംഗീതം. ഇപ്പോഴല്ലെങ്കിലും അടുത്ത ഓരോ നിമിഷവും ഈ ക്ഷേത്രം ഉയരും എന്നതിന്റെ പ്രധാന തെളിവാണ്. അമ്പലത്തിന്റെ മുഖ്യ ആധാരം ഉയർന്നതിന് കാരണം കൊടിമരം പോലെ. ജപിക്കാം നമുക്ക് ഓരോരുത്തർ അറിയുന്നവർക്ക് ജപിച്ചോളൂ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.
അമ്മേ ശരണം